രചന രാജീഷ് ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. പ്രഭാതത്തിലെ സൂര്യകിരണങ്ങൾ കണ്ണിലടിച്ചപ്പോഴാണ് ഹരി ഉണർന്നത്. തലേ ദിവസം തേനിയിൽ എസ്റ്റേറ്റിൽ പോയി ലേറ്റായിട്ടാണ് എത്തിയത്. ഉറങ്ങിയപ്പോൾ ലേറ്റായി. അതുകൊണ്ട് രാവിലെ സമയത്തിന് ഉണരാനായില്ല. ഇന്ന് അമ്മാവിന് ടൗണിൽ പോവേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പറമ്പിലെ പണിക്കാരെ നോക്കണമെന്ന് പറഞ്ഞിരുന്നു. ഹരി വേഗം എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി വന്ന ശേഷം താഴേക്ക് വന്നു. അപ്പോഴാണ് ഹാളിലിരുന്ന് ചായ കുടിക്കുന്ന ഇന്ദുവിനെ കണ്ടത്. നീ പോത്തെ. അവൻ അവളുടെ തലയിലൊരു തട്ടുകൊടുത്ത് സോഫയിൽ വന്നിരുന്നു. ആ പോടാ പട്ടി, അവൾ അവനെ നോക്കി പറഞ്ഞു. പട്ടി നിന്റെ കെട്ടിയോ? പോടാ നിന്റെ കെട്ടിയോളൂ. ആ രാവിലെ തന്നെ രണ്ടും കൂടി തുടങ്ങിയ വഴക്ക്. ഹരിക്കുള്ള ചായയുമായി അങ്ങോട്ടേക്ക് വന്ന സ്നേഹലത പറഞ്ഞു. ആ നാട്ടിലെ തലയെടുപ്പോടെ നിൽക്കുന്ന ചുരുക്കം ചില തറവാടുകളിൽ ഒന്നാണ് കീഴല്ലൂർ കോവിലകം. അവിടുത്തെ അമ്മ തമ്പുരാട്ടി ലക്ഷ്മിബായി തമ്പുരാട്ടി, മകൻ ചന്ദ്രശേഖര വർമ്മ, അദ്ദേഹത്തിന്റെ ഭാര്യ സ്നേഹലത വർമ്മ, ഒരേ ഒരു മകൾ ഇന്ദുരേഖ വർമ്മ. ചന്ദ്രശേഖരവർമ്മയുടെ സഹോദരിയായിരുന്ന ചന്ദ്രികാവർമ്മ തന്റെ സഹപാഠിയായിരുന്ന സുരേന്ദ്രനൊപ്പം ഇറങ്ങിപ്പോയി. ചന്ദ്രശേഖരവർമ്മയ്ക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. പക്ഷേ അമ്മയായ ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ശാസനയിൽ വർമ്മ ഒന്നടങ്ങി. അയാൾ ദേഷ്യം ഉള്ളിലൊതുക്കി. എന്നാൽ ഇറങ്ങിപ്പോയി 2 മാസങ്ങൾ കഴിഞ്ഞ് ചന്ദ്രിക ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവരെ കാണണമെന്ന് ലക്ഷ്മി അമ്മയുടെ ഉള്ളം വല്ലാണ്ട് കൊതിച്ചു. അവളോടുള്ള പിണക്കം മാറ്റണമെന്നും തറവാട്ടിലൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണെന്നും അവരെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നും ലക്ഷ്മി തമ്പുരാട്ടി മകനോട് പറഞ്ഞു. അങ്ങനെ മനസ്സോടെ വർമ്മ അവരെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. മാസങ്ങൾക്ക് ശേഷം സുരേന്ദ്രനും ചന്ദ്രിക തമ്പുരാട്ടിക്ക് ഒരു മകൻ പിറന്നു. തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടി. അതാണ് ഹരിനാരായണ വർമ്മ. ഹരി ജനിച്ച 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ദു ജനിക്കുന്നത്. സന്തോഷകരമായ അവരുടെ ജീവിതത്തിൽ ഹരി ജനിച്ച 5 വർഷങ്ങൾക്ക് ശേഷം വിധി മരണത്തിന്റെ രൂപത്തിൽ സുരേന്ദ്രനെ അപഹരിച്ചു. തറവാട്ടുകുളത്തിൽ കുളിക്കാനിറങ്ങിയ സുരേന്ദ്രൻ ഹൃദയസ്തംഭനം മൂലം മരിച്ചു. കുളിക്കാൻ പോയ സുരേന്ദ്രനെ കുറെ നേരമായിട്ടും കാണാത്തതുകൊണ്ട് ചന്ദ്രിക തമ്പുരാട്ടി കുളത്തിനടുത്തേക്ക് പോയി. അവിടെ സുരേന്ദ്രൻ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ആകെ തകർന്നുപോയ ചന്ദ്രിക തമ്പുരാട്ടി ആ ഷോക്കിൽ നിന്ന് മുക്തയായില്ല. സുരേന്ദ്രൻ മരിച്ച് 2 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രിക തമ്പുരാട്ടിയും ഭർത്താവ് മരിച്ച അതേ സ്ഥലത്ത് വെച്ച് മരിച്ചു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് മാനസികമായി തളർന്ന ഹരിയെ എല്ലാവരും ചേർന്ന് മാറ്റിയെടുത്തു. ഹരി മുതിർന്നപ്പോൾ അമ്മാവൻ അദ്ദേഹത്തിന്റെ ബിസിനസ് കാര്യങ്ങൾ ഹരിയെയും ഉൾപ്പെടുത്തി. അങ്ങനെ ഹരി പതിയെ ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഹരിയുടെ പരിശ്രമത്തിന്റെ കൂടി ഫലമായി അവരുടെ ബിസിനസ് സാമ്രാജ്യം വളർന്നു. അമ്മായി, ഞാൻ പറമ്പിലേക്ക് പോണേ, അവിടെ പണിക്കാരെ നോക്കണമെന്ന് അമ്മാവൻ പറഞ്ഞിരുന്നു. ശരി മോനെ, അമ്മായി പറഞ്ഞു. അവൻ ഉമ്മറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഇരുന്ന് പത്രം വായിക്കുന്ന മുത്തശ്ശിയെ കണ്ടു. മുത്തശ്ശി, അവനവരെ കെട്ടിപ്പിടിച്ചു. അവരും എങ്ങോട്ട് പോവാ മോനെ? പറമ്പിൽ പണിക്കാരെ നോക്കണമെന്ന് അമ്മാവൻ പറഞ്ഞിരുന്നു. ഞാൻ അങ്ങോട്ട് പോകാം മുത്തശ്ശി. ചായ കുടിച്ചോ നീ? ആ മുത്തശ്ശി കുടിച്ചു. എന്നാ പോട്ടെ. ശരി മോനെ, പോയിട്ട് വാ. സമയത്തിന് ആഹാരം കഴിക്കാൻ വരണം കേട്ടോ. ഓക്കെ മുത്തശ്ശി. ഹരി അവിടുന്ന് പോയി. വൈകിട്ട് അമ്മാവൻ വന്നപ്പോൾ എല്ലാവരും ഉമ്മറത്തിരിക്കുമായിരുന്നു. ആ എല്ലാവരും ഉണ്ടല്ലോ, എന്താ പുതിയ വിശേഷങ്ങള്? വർമ്മ ചോദിച്ചു. ഒന്നുമില്ലടാ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കായിരുന്നു, ലക്ഷ്മി തമ്പുരാട്ടി പറഞ്ഞു. നീ പോയി കുളിച്ചിട്ട് വാ ചന്ദ്ര, വല്ലതും കഴിക്കാം, നേരം കുറേയായി. ആമേ. ചന്ദ്രനകത്ത് കയറി. ആ ഹരി, പറമ്പിലെ പണി എന്തായി? കഴിയാറായോ? 2 ദിവസം കൂടി എടുക്കുമമ്മാ. നാളെ ഞാനിവിടെ കാണും, നീ മില്ലിൽ പോയാൽ മതി. ശരി അമ്മാ. ഹരിയേട്ടാ, മില്ലിലേക്കല്ലേ? ഞാനും വരുന്നു, എന്നെ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യോ? ഇന്ദു അങ്ങോട്ടേക്ക് വന്നു. ഓ പിന്നെ നടി, നീ കയറിക്കോ. ഓക്കെ. അവൾ ഹരിക്കടുത്തുള്ള സീറ്റിൽ കയറി. ഹരി അവളെ കോളേജിന് മുമ്പിൽ ഇറക്കി മില്ലിലേക്ക് പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ലക്ഷ്മി തമ്പുരാട്ടിയും സ്നേഹലതയും ഇന്ദുവും കൂടി ക്ഷേത്രത്തിൽ പോയി മടങ്ങുന്ന സമയത്ത് ക്ഷേത്രത്തിന്റെ അടുത്തുള്ള അരയാലിന്റെ സമീപം അവർ കുറച്ചു നേരം ഇരുന്നു. എന്നും ഭഗവാനെ തൊഴുത ശേഷം അവിടെ കുറച്ചു നേരം ഇരിക്കുന്ന പതിവുണ്ട് 3 ആൾക്കും. അങ്ങനെ പരിചയക്കാരോടൊക്കെ കുശലാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സെറ്റ് സാരി എടുത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടി അവർക്കടുത്തേക്ക് വന്നു. അതെ, ഈ കീഴല്ലൂർ കോവിലത്തെയാണ് നിങ്ങളൊക്കെ? അവൾ സംശയത്തോടെ അവരോട് ചോദിച്ചു. അതെ, കുട്ടി ആരാ? ലക്ഷ്മി തമ്പുരാട്ടി ചോദിച്ചു. എൻ്റെ പേര് പാർവതി, ഞാൻ കുറച്ച് ദൂരെയെന്നാണ്. ഞങ്ങളുടെ കോളേജിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അറിയപ്പെടുന്ന കോവിലങ്ങളുടെയൊക്കെ ഒരു വിവരണം തയ്യാറാക്കണം ഞങ്ങൾക്ക്. അന്വേഷിച്ചപ്പോൾ കീഴല്ലൂർ കോവിലത്തെക്കുറിച്ച് കേട്ട്. ഈ നാട്ടിൽ അറിയപ്പെടുന്ന കോവിലകാണെന്ന് അറിയാൻ കഴിഞ്ഞു. നിങ്ങളുടെ കോവിലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നും എൻ്റെ റിസർച്ച് പൂർത്തിയാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് വിരോധമുണ്ടോ മുത്തശ്ശി? അവൾ ലക്ഷ്മി തമ്പുരാട്ടിയെ നോക്കി. അവളുടെ വിനയവും സൗന്ദര്യവും മുത്തശ്ശി എന്നുള്ള വിളിയൊക്കെ കേട്ട് ആകെ മനസ്സ് നിറഞ്ഞിരിക്കുകയായിരുന്നു 3 പേരും. അവരുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഞങ്ങൾക്ക് ആർക്കും ഒരു വിരോധമല്ല മോളെ. മോളെ എത്ര നാള് വേണേലും കോവിലത്ത് താമസിച്ചോളൂ. മോൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. മോളുടെ റിസർച്ച് പൂർത്തിയായ ശേഷം മോൾ തിരിച്ചു പോയാൽ മതി, മുത്തശ്ശി പറഞ്ഞു. അതെ, മോൾക്ക് എന്ത് സഹായത്തിന് ഞങ്ങളുണ്ടാകും അല്ലേ മോളെ? സ്നേഹലത പറഞ്ഞു. പിന്നല്ലാതെ, ഇയാൾ ധൈര്യമായിട്ട് പോന്നേക്ക്, ഞാനുണ്ട് കൂട്ടിന്, ഇന്ദു പറഞ്ഞു. അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. അവർക്ക് നന്ദി പറഞ്ഞു. ഇന്ദു അവരവൾക്ക് പരിചയപ്പെടുത്തി. അവർ പാർവതിയുടെ കാര്യം വർമ്മയോട് പറഞ്ഞു. അദ്ദേഹത്തിന് എതിർപ്പില്ലായിരുന്നു. ഹരി തേനിയിലെ എസ്റ്റേറ്റിൽ പോയിരുന്ന കാരണം പാർവതിയുടെ കാര്യം അവൻ അറിഞ്ഞിരുന്നില്ല. 2 ദിവസത്തിന് ശേഷം പാർവതി കോവിലത്തേക്ക് വന്നു. എല്ലാവരും നിറഞ്ഞ ചിരിയോടെ അവൾ സ്വീകരിച്ചു.
മോളെ ഇന്ദു പാറുമോൾക്കുള്ള മുറി കാണിച്ചു കൊടുക്ക്, സ്നേഹലത പറഞ്ഞു. ആമേ വാടും. ഇന്ദു പാറുവിനെ കൂട്ടി മുകളിലെ മുറിയിലേക്ക് പോയി. ഇതാ എൻ്റെ മുറി, ഫ്രഷായി താഴേക്ക് പോര്. ശരി ഇന്ദു. അപ്പം ശരി, ഞാൻ താഴേക്കാണ്. ഓക്കെ. ഇന്ദു താഴേക്ക് പോയി. പാറു ഫ്രഷ് ആവാനായി പോയി. അവൾ ഫ്രഷായി വന്നപ്പോഴേക്കും അവൾക്കുള്ള ചായയുമായി സ്നേഹലത എത്തിയിരുന്നു. ഇതാ മോളെ, ചായ കുടിക്കേ. താങ്ക്സ്. ഞാനെന്താ വിളിക്കേണ്ടത്? മോളെ എന്നെ അമ്മായി എന്ന് വിളിച്ചോ? ശരി അമ്മായി, ചായ സൂപ്പർ, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്, പാറു പുഞ്ചിരിയോടെ പറഞ്ഞു. അവരൊന്ന് പുഞ്ചിരിച്ചു. മോൾക്ക് രാത്രി കഴിക്കാൻ എന്താ വേണ്ടേ? നിങ്ങൾ കഴിക്കുന്ന എന്തായാലും മതി അമ്മായി, എനിക്കങ്ങനെ ഇന്ന ഫുഡ് വേണമെന്നൊന്നുമില്ല. തിരിഞ്ഞടിക്കാത്ത എന്ത് ഞാൻ കഴിക്കും. ദേ കണ്ടുപഠിക്ക്, ഇവിടെ ഒരെണ്ണമുണ്ട്, എന്തുണ്ടാക്കി കൊടുത്താലും പിടിക്കില്ല. ഇന്ദുവിനെ നോക്കി സ്നേഹലത പറഞ്ഞു. അത് പിന്നെ ചില ഫുഡൊന്നും കഴിക്കാൻ തോന്നാറില്ല പാറു, അതാ. ഇന്ദു പറഞ്ഞു. ഓ, നിന്നെപ്പോലുള്ള കൊച്ചല്ലേ അതും, എന്നിട്ട് നിന്റെ കുഴപ്പം അവൾക്കില്ലല്ലോ. അത് പിന്നെ എല്ലാവരും ഒരുപോലെ ആവുമോ? ഇന്ദു അമ്മയെ നോക്കി. മതി മതി, അമ്മയും മോളും കൂടി വഴക്കുണ്ടാക്കുന്നു. വന്ന ദിവസം തന്നെ ഈ കൊച്ചിനെ ഓടിക്കണ്ട, മുത്തശ്ശി പറഞ്ഞു. മോള് പോയി റെസ്റ്റ് എടുത്തോ, നാളെ മുതൽ ജോലി തുടങ്ങാം. ശരി മുത്തശ്ശി. പാറു റൂമിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ തന്നെ പാറു എഴുന്നേറ്റ് കുളിച്ച് ഇന്ദുവിനൊപ്പം ക്ഷേത്രത്തിൽ പോയി വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇന്ദുവിനൊപ്പം അവിടെയൊക്കെ ചുറ്റി നടന്ന് കാണുകയായിരുന്നു. അപ്പോഴാണ് മുറ്റത്തെ മാവിൽ അവിടെയായി പഴുത്ത മാമ്പഴങ്ങൾ നിൽക്കുന്ന പാറു കണ്ടത്. ഹായ് മാമ്പഴം, പാറു ഇന്ദുവിനെ നോക്കി പറഞ്ഞു. ഇയാളെന്താ മാമ്പഴം ആദ്യമായിട്ട് കാണുകയാണ് എൻ്റെ പാറുവെ? ഇന്ദു ചോദിച്ചു. അല്ല, നല്ല പഴുത്ത മാമ്പഴം കണ്ടപ്പോൾ നോക്കിയതാ. പാറു അവിടെ തന്നെ നിന്ന് മാവിലേക്ക് നോക്കി. നിനക്ക് മാമ്പഴം വേണ്ടി ജോലിക്കാരെങ്കിലും വരട്ടെ, അവരോട് പറയാൻ പൊട്ടിച്ചേരാൻ. ഓ, അതിന് ജോലിക്കാരൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ? ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പാറു ഇതും പറഞ്ഞ് മാവിന്മേൽ വലിഞ്ഞു കയറി. എൻ്റെ പാറു, നീ ഇതെന്താ ചെയ്യുന്നേ? നീ മരത്തിൽ കയറുവോ? ഇന്ദു അന്തം വിട്ട് അവൾ നോക്കി ചോദിച്ചു. പിന്നില്ലാതെ, ഇതൊക്കെ എന്ത്? ഹോസ്റ്റലിൽ വെച്ച് അടുത്തുള്ള മാവിമേലൊക്കെ കയറി മാമ്പഴം പൊട്ടിക്കുന്നതിന് ഫ്രണ്ട്സിനൊപ്പം ഞാനും കൂടാറുണ്ട്. പിന്നെ വീട്ടിലും പറമ്പിലുള്ള മാവിമേലൊക്കെ കയറി മാമ്പഴം പൊട്ടിക്കാറുണ്ട്. പറയുന്നതിനോടൊപ്പം പാറു 2 മാമ്പഴം പൊട്ടിച്ചെടുത്ത് ഇന്ദുവിൻ്റെ കയ്യിലേക്ക് ഇട്ടിരുന്നു. വീണ്ടും അവൾ മാമ്പഴം പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു വണ്ടിയുടെ ഹോണടി കേട്ടത്. എൻ്റെ ഭഗവതി, ഹരിയേട്ടൻ! പാറു വേഗം ഇറങ്ങിക്കോട്ടോ, ഹരിയേട്ടൻ വന്നു. അതും പറഞ്ഞ് ഇന്ദു അകത്തേക്ക് ഓടി. ഇന്ദു നിക്ക്, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഇന്ദു എവിടെ? അവൾ അപ്പോഴേക്കും വീടിനുള്ളിലെത്തിയിരുന്നു. പാറു താഴെ ഇറങ്ങാനായി നിന്നപ്പോഴാണ് ഹരി അവൾക്കടുത്തെത്തിയത്. അവൾ അനങ്ങാതെ നിന്നുപോയി. ഇന്ദു ഓടിപ്പോകുന്നു കാറിലിരുന്ന് ഹരി കണ്ടിരുന്നു. മുകളിലിരിക്കുന്ന പാറുവിനെ. നീ ഏതാടി മരം കയറി? ഹരി പാറുവിനെ നോക്കി ചോദിച്ചു. അത് ഞാൻ പായോ? അല്ല, പാർവതി. നിനക്കെന്താ ഇവിടെ കാര്യം? അത് കോവിലത്തെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ വന്നാ. ഓഹോ, മാവിന് മുകളിലിരുന്നാണോ റിസർച്ച് ചെയ്യുന്നത്? അല്ല, അത് പിന്നെ മാമ്പഴം കണ്ടപ്പോ. കോവിലത്തെ പെൺപിള്ളേരെ കൂടി ചീത്തേക്കാനായിട്ട് ഓരോന്ന് എഴുന്നള്ളിക്കുള്ളൂ. താഴെ അവന്റെ ശബ്ദം ഉച്ചത്തിലായിരുന്നു. അത് കേട്ട് അവിടെ മാവിന്മേലുള്ള പിടിവിട്ടവൾ താഴേക്ക് വീണു. അമ്മേ, ഒന്നും പറ്റിയില്ല, രക്ഷപ്പെട്ടു, അവൾ ആശ്വാസത്തോടെ പറഞ്ഞു. എഴുന്നേറ്റ് പോടി കോപ്പന്റെ പുറത്തുനിന്ന്. അപ്പോഴാണ് അവളത് ശ്രദ്ധിച്ച്. അവള് സേഫായിട്ട് ലാൻഡ് ചെയ്ത് കലിപ്പന്റെ പുറത്താ. എന്റെ ഭഗവാനെ, ഇയാൾ നിന്നെ വെട്ടിക്കേറി അടുപ്പിൽ വെക്കും. അവൾ ചാടി എഴുന്നേറ്റു. സോറി, ഞാൻ അറിയാതെ പിടിവിട്ടപ്പോ. വന്നു കയറിയില്ല, അതിനുമ്പ് മനുഷ്യനെ പുറം പൊളിച്ചിട്ട് ചൂലേ നീ. അവൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. സോറി പറഞ്ഞില്ലേ, അറിയാതെ പറ്റിയാന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ എന്നിങ്ങനെ വഴക്ക് പറയുന്നേ? അയ്യടാ, മനുഷ്യന്റെ പുറം പൊളിച്ചിട്ട് അവിടെ ഒരു കോറി. ഇനി നീ മരത്തേലോ മതിലോ വല്ലതും വലിഞ്ഞു കയറുന്നെങ്ങാനും കണ്ടാ കേറിപ്പൊടിയാത്ത്. അവൾ ജീവനം കൊണ്ട് സ്ഥലം വിട്ടു. എന്നാലും നിങ്ങളുടെ ഫസ്റ്റ് മീറ്റ് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇന്ദു വായബുദ്ധി ചിരിച്ച് മറിയുന്നുണ്ട്. പോടി പട്ടി, എന്നെ കാട്ടുപോത്തിന്റെ അടുത്ത് ഒറ്റക്കങ്ങി നീ അവിടുന്ന് മുങ്ങിയല്ലേ, ദുഷ്ടി. സോറി മോളെ, എൻ്റെ ആങ്ങളയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ടാ ഞാൻ മുങ്ങിയത്. കട്ട കലിപ്പനാ. ഞാനെങ്ങാനും മുങ്ങിയിരുന്നില്ലേ നിനക്ക് കിട്ടിയതിന്റെ ബാക്കി എനിക്ക് കിട്ടിയേനെ, അതുകൊണ്ടല്ലേ ഞാൻ മുങ്ങിയത്. എന്നാലും എങ്ങനെ സഹിക്കുന്നിടി ആ കാട്ടുപോത്തിനെ? അത് നിനക്ക് വെറുതെ തോന്നാടി. ഹരിയേട്ടൻ പാവ, സ്നേഹമുള്ളവനാ. ഓ പിന്നെ ഉറങ്ങുമ്പോഴായിരിക്കും പാവം. അവളൊന്ന് പുച്ഛിച്ചു. ഡേയ് വേണ്ടാട്ടോ, എൻ്റെ ആങ്ങളെ പറഞ്ഞാലുണ്ടല്ലോ. ഓ, അവളവിടെ ഒരു ആങ്ങളെയും. പാറ അവിടുന്ന് എഴുന്നേറ്റ് പോയി. ഡീ പാറ നിക്ക്, ഞാനും വരുന്നു. അവളും പുറകെ പോയി. ഇന്ദു ഓടി പടികളിറങ്ങി. അവൾക്ക് പുറകെ പാറു ഓടി. പക്ഷെ അവൾക്ക് മുന്നിലായി റൂമിൽ നിന്നിറങ്ങിയ ഹരിയെ അവൾ കണ്ടിരുന്നില്ല. അവൾ നേരെ വന്നിടിച്ച ഹരിയുടെ മേലേക്ക്. ബാലൻസ് തെറ്റി ഇരുവരും താഴെ വീണു. ഇത്തവണ അവളുടെ മേലേക്കാണ് അവൻ വീണത്. വീഴ്ചയിൽ അവൻ അറിയാതെ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ തല തറയിലിടിക്കാതിരിക്കാൻ അവൻ അവളുടെ തലക്ക് താഴെ കൈവച്ചു. അവൻ കണ്ണുകൾ അടച്ചു. എന്റെ ഭഗവതി, അവൾ അറിയാതെ വിളിച്ചുപോയി. പെട്ടെന്നാണ് അവന്റെ അലർച്ച കേട്ട്. എവിടെ നോക്കിയിട്ട് പുല്ലെ നീ നടക്കുന്നത്, മനുഷ്യനെ കൊല്ലാനായിട്ട്? അതിന് നിങ്ങളല്ലല്ലോ തറയിൽ വീണ്, ഞാനല്ലേ. നിങ്ങളെന്റെ മേത്തേക്കല്ലേ വീണ്? അവൾ പതുക്കെ പറഞ്ഞു. എഴുന്നേറ്റ് പോടി അവിടുന്ന്, മനുഷ്യന്റെ കൈ പോയി.
അതിന് എൻ്റെ തലയിൽ കൈവൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞോ? ഒറ്റണം തന്നാറുണ്ടല്ലോ. താളിടിച്ച് എന്തെങ്കിലും പറ്റിയിട്ട് വേണം നിന്റെ വീട്ടുകാർ വന്ന് നിന്നെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ. എൻ്റെ വീട്ടുകാർ അത്രക്കാരല്ല. എഴുന്നേറ്റ് പൊടി. അതിന് ഞാനല്ലല്ലോ നിങ്ങളുടെ പുറത്ത്, നിങ്ങളല്ല എൻ്റെ പുറത്ത്. ഓ ശല്യം. അവൻ എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. അത് ഈ മാഷേ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പോ. മനുഷ്യനെ നടുതല്ലി എഴുന്നേക്കാൻ പറ്റുന്നില്ല. വേണം എഴുന്നേറ്റ് ഓടി. പ്ലീസ് ഹരിയേട്ടാ പോവല്ലേ പ്ലീസ്. അവിടെ ദയനീയമായ നോട്ടം കണ്ട് അവനവിടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇനി മര്യാദക്ക് നോക്കിക്കൊണ്ട് നടന്നോളണം പറഞ്ഞേക്കാം. അതും പറഞ്ഞ് ഹരി അവിടുന്ന് പോയി. അവൻ പോയ വഴിയെ നോക്കി അവിടുന്ന് മൃദുവായി പുഞ്ചിരിച്ചു. പാറയോട് റിസർച്ച് തുടങ്ങി. മുത്തശ്ശിയോട് ചോദിച്ച് കോവിലത്തിന്റെ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവൾ അവിടുത്തെ സ്വന്തം പാറൂട്ടിയായി. ഹരിയെ കാണുമ്പോൾ മാത്രം അവൾ ഉടക്കാണ്. മിക്കവാറും അവൻ ഇടിച്ചു തള്ളിയിടാറുണ്ട് അവൾ. അങ്ങനെ പാറുവിന്റെ റിസർച്ച് തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ മുത്തശ്ശിയും സ്നേഹലതയും ഇന്ദും കൂടി ക്ഷേത്രത്തിൽ പോയിരിക്കുകയായിരുന്നു. പാറുവിന് പീരീഡ്സ് ആയത് കാരണം അവൾ പോയില്ല. ഹരി പുറത്തെന്തോ ആവശ്യത്തിന് പോയേക്കുമായിരുന്നു. ഹാളിൽ നിന്ന് പത്രം വായിക്കുന്ന വർമ്മയുടെ അടുത്തേക്ക് പാറു വന്നു. അമ്മാവ. ആ മോളെ, നിന്റെ റിസർച്ചൊക്കെ കഴിഞ്ഞോ? അയാൾ തലകുരുത്തോളം നോക്കി. ആ അമ്മാവ, റിസർച്ച് ഏറെക്കുറെ കഴിയാറായി. ഇനി എൻ്റെ കുറച്ച് സംശയങ്ങൾ കൂടി തീർത്താൽ മതി. അതിന് അമ്മാവൻ വിചാരിക്കണം. മോള് ചോദിക്കുക, അമ്മാവൻ പറഞ്ഞുതരാം. എൻ്റെ ആദ്യത്തെ സംശയം, ഇവിടുത്തെ കുളത്തിന് ആഴമുണ്ടോ? അത്രക്കൊന്നുമില്ല മോളെ, കുട്ടികൾ വരെ ഇറങ്ങി കുളിക്കുന്നതല്ലേ. അതെയോ? അങ്ങനെയാണെങ്കിൽ കുളത്തിൽ ആരെങ്കിലും അബദ്ധത്തിൽ വീണാൽ പോലും അവർക്കൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ അമ്മാവ? ഇല്ല മോളെ. അപ്പം പിന്നെ എങ്ങനെയാ ചന്ദ്രിക തമ്പുരാട്ടിയും ഭർത്താവും കുളത്തിൽ വീണ് മരിച്ച്? അവൾ അയാളുടെ മുഖത്ത് നോക്കി ചോദിച്ചു. പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ അയാളൊന്നും ഞെട്ടി. അയാളുടെ മുഖത്തെ ഞെട്ടൽ പാറു ശ്രദ്ധിച്ചു. പറയാമാവ. അത് കുളിക്കാനിറങ്ങിയപ്പോൾ അവർക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്നല്ലേ. ആണോ? പൂർണ്ണ ആരോഗ്യമായിരുന്ന അവരുടെ ഹൃദയത്തിന്റെ താളം പെട്ടെന്ന് എങ്ങനെയാ അമ്മ തെറ്റിയത്? ഇതെന്താ മോളെ, നീ ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ ചോദിക്കുന്നേ? അമ്മാവനറിയുന്ന കാര്യം അമ്മാവനോടല്ലേ ചോദിക്കാൻ പറ്റൂ. അവളുടെ വാക്കുകൾ ഗൗരവം നിറഞ്ഞു. നീ എന്താ പറയുന്നു പാറു? അയാൾ എഴുന്നേറ്റുകൊണ്ട് അവളോട് ചോദിച്ചു. ഞാനൊരു കഥ പറയാം, അത് കേട്ട് കഴിയുമ്പോൾ അമ്മാവ് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഒരു കോവിലകം, അവിടുത്തെ തമ്പുരാനും തമ്പുരാട്ടിക്ക് 2 മക്കൾ ജനിച്ചു. ഒരാൺകുട്ടി ഒരു പെൺകുട്ടി. വളരെ സന്തോഷം നിറഞ്ഞായിരുന്നു അവരുടെ ജീവിതം. അങ്ങനെ ഇരിക്കെ അസുഖം ബാധിച്ച് തമ്പുരാൻ മരണപ്പെട്ടു. പിന്നീട് തമ്പുരാട്ടി നല്ല രീതിയിൽ തന്നെ മക്കളെ വളർത്തി. ആ മക്കൾ വളർന്നു വലുതായപ്പോൾ പെൺകുട്ടി തന്നെ സഹപാഠിയായിരുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളുമായിട്ട് പ്രണയത്തിലായി. തറവാടിന് നാണക്കേടുണ്ടാവുമെന്ന് മനസ്സിലായ അവരുടെ സഹോദരൻ ആ ബന്ധത്തെ എതിർത്തു. പക്ഷെ പരസ്പരം മറക്കാൻ കഴിയാതെ അവർ ഒളിച്ചോടി വിവാഹം കഴിച്ചു. ഇതറിഞ്ഞ സഹോദരന് അവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായി. എന്നാൽ അമ്മ തമ്പുരാട്ടിയുടെ ശാസനയിൽ അദ്ദേഹം നടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മകൾ ഗർഭിണിയാണെന്നറിഞ്ഞ അമ്മ തമ്പുരാട്ടി മകളെയും ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടുവരാൻ മകനോട് പറഞ്ഞു. പക്ഷെ തറവാടിന് ചീത്തപ്പേരുണ്ടാക്കി താഴ്ന്ന ജാതിക്കാരനൊപ്പം ഇറങ്ങിപ്പോയ സഹോദരിയെ തിരിച്ചു വിളിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അമ്മ തമ്പുരാട്ടിയുടെ വാക്ക് ധിക്കരിക്കാനാകാത്ത മകൻ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ നിർബന്ധിതനായി. അങ്ങനെ കൊച്ചു തമ്പുരാട്ടിയും ഭർത്താവും തിരികെ തറവാട്ടിലെത്തി. അവിടെയുള്ളവർ അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളൊരു മകന് ജന്മം നൽകി. തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞ് അമ്മ തമ്പുരാട്ടി ഒരുപാട് സന്തോഷിച്ചു. മറ്റുള്ളവരും മകളുടെയും മരുമകൻ്റെയും അവരുടെ കാലശേഷം പേരക്കുട്ടിയുടെയും പേരിൽ അമ്മ തമ്പുരാട്ടി 3/4 ഭാഗം സ്വത്തുകൾ എഴുതി വെച്ചു. തറവാടിൻ്റെ അന്തസ്സ് കളഞ്ഞവരുടെയും താഴ്ന്ന ജാതിക്കാരൻ്റെയും പേരിൽ 3/4 ഭാഗം സ്വത്ത് എഴുതി വെച്ചെന്നറിഞ്ഞ കൊച്ചു തമ്പുരാന് അത് സഹിക്കാനായില്ല. സഹോദരിയോടും കുടുംബത്തോടുള്ള പകയാൾ മനസ്സിൽ സൂക്ഷിച്ചു. അവസരം വരുമ്പോൾ അവരെ ഇല്ലാതാക്കി അവരുടെ പേരിലുള്ള സ്വത്തുകൾ സ്വന്തമാക്കണമെന്ന് അയാൾ കണക്കുകൂട്ടി. ഒരവസരം വന്നപ്പോൾ തറവാട്ടുകുളത്തിൽ കുളിക്കാൻ പോയ കൊച്ചു തമ്പുരാട്ടിയുടെ ഭർത്താവിനെ ആരും അറിയാതെ കുളത്തിൽ മുക്കി കൊന്നു. ഇല്ല, അയാൾ അലറി. അലറേണ്ട അമ്മാവ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ കൊന്ന ശേഷം ഒന്നും അറിയാത്ത പോലെ പെരുമാറി ഹൃദയസ്തംഭനം മൂലമാണ് മരിച്ചതെന്ന് വരുത്തി തീർത്തു. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം കൂടപ്പിറപ്പിനെ അതുപോലെ തന്നെ ഇല്ലാതാക്കി. എന്നിട്ട് അതും ഹൃദയം പൊട്ടി മരിച്ചാണെന്ന് വരുത്തി തീർത്തു. അയാൾ അവൾക്ക് നേരെ കൈ ഉയർത്തി. തൊട്ടുപോയി തന്നെ ഇതൊന്നും ആരും അറിയില്ലെന്ന് കരുതി കൊടുത്താൻ. സഹോദരിയെയും ഭർത്താവിനെയും കൊന്നിട്ട് അവരുടെ മകനെ തന്നെ ചൊൽപ്പടിക്ക് നിർത്തി അവന് നിങ്ങളുടെ ആജ്ഞകൾ അനുസരിക്കുന്ന വെറും ഒരു അടിമയെ പോലെയാക്കി. അനന്തരവന്റെ പേരിലുള്ള സ്വത്തുക്കൾ പലതും ഇതിനോടകം നിങ്ങൾ നിങ്ങളുടെ പേരിലാക്കി. അമ്മാവന് വിശ്വാസമുള്ള അനന്തരവൻ നിങ്ങൾ കൊടുത്ത എല്ലാ പേപ്പറും സൈൻ ചെയ്തു തന്നു. നിങ്ങൾ പറയുന്നൊക്കെ കേട്ടൊരു അടിമയെ പോലെ അയാൾ ഇവിടെ ജീവിക്കുന്നു. ഇതല്ലേ മിസ്റ്റർ ചന്ദ്രശേഖർ വർമ്മ സത്യം? നീ ആരാ? എന്തിനാ അവിടെ വന്ന്? ഞാൻ ആരാന്നൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഞാൻ ഈ പറഞ്ഞൊക്കെ സത്യമല്ലേ മിസ്റ്റർ വർമ്മ? ഇല്ല, ഇതൊക്കെ കള്ളമാ, പച്ച കള്ളം. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇനിയും കള്ളം പറയേണ്ട വർമ്മ. സത്യം മൂടി വെക്കാൻ ആർക്കും കഴിയില്ല. അത് എന്നാലും പുറത്തു വരും. സത്യം പറയേ, നീ ആരാ? എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യം നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ഇവിടെയുള്ള ഓരോരുത്തരെയും നിങ്ങൾ ഓരോ നിമിഷം വിഡ്ഢികളായിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് അരിയേട്ടനെ ഞാൻ സത്യം എല്ലാവരെയും അറിയിക്കും. നീ ഇന്ന് ചലക്കാതടി. നീ എന്താടി കരുതിയേ എന്നെ അങ്ങ് ഉണ്ടാക്കാന്നോ? അതിനൊന്നും നീ വളർന്നിട്ടില്ലടി ചൂരേ. അതേടി, ഞാൻ തന്നെ അവരെ കൊന്നു. ദേ എൻ്റെ ഈ കൈകൾ കൊണ്ട്.
എനിക്കും എൻ്റെ കുടുംബത്തിന് അനുഭവിക്കേണ്ടതൊക്കെ കണ്ണ താഴ്ന്ന ജാതിക്കാരനും സന്തതികൾക്കും അനുഭവിക്കാൻ വിട്ടുകൊടുക്കാൻ അത്രയ്ക്ക് ഉദാര മനസ്സിലൊന്നല്ലടി ഞാൻ. അവളൊരു ചെറ്റയുടെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ ഉള്ളാരെ ഞാൻ സന്തോഷിച്ചു. ഈ കാണുന്നൊക്കെ എനിക്കും കുടുംബത്തിനും മാത്രം കിട്ടുമെന്ന്. പക്ഷേ അവരെ തിരിച്ചു വിളിക്കാൻ അമ്മ പറഞ്ഞപ്പോൾ എനിക്കാകെ ദേഷ്യം വന്നു. എന്നിട്ടോ ആ തിണ്ടിക്കോ അവൻ്റെ മോന് മുക്കാഭാഗം സ്വത്ത്. ഈ കാണുന്നൊക്കെ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കാത്ത് സൂക്ഷിച്ചിട്ട് എനിക്കോ വെറും കാൽഭാഗം. സഹിക്കില്ല ഞാൻ. അന്ന് തൊട്ട് കാത്തിരുന്നതാ അവനെയും അവളെയും തീർക്കാൻ. ഒരവസരം വന്നപ്പോൾ ഞാനത് ചെയ്തു, എൻ്റെ ഈ കൈകൾ കൊണ്ട്. ആദ്യം അവനെ, പിന്നെ എൻ്റെ പുന്നാര പെങ്ങളെ, എന്നിട്ട് അവരുടെ സന്താനമായ അവനെ കൂടി തീർക്കണമെന്ന് കരുതിയതാ. പക്ഷെ ആർക്കെങ്കിലും സംശയം തോന്നിയാലോ എന്ന് ചിന്തിച്ചുകൊണ്ടാ അവനിന്നും ജീവനോടെ ഇരിക്കുന്നത്. പക്ഷേ അവനെ കൊണ്ട് എനിക്കൊരു ദോഷവുമില്ല. ഞാൻ പറയുന്ന കേട്ടൊരു പട്ടിയെ പോലെ അവൻ എനിക്ക് അടിമപ്പണി ചെയ്യും. പതിയെ പതിയെ ഓരോന്നായിട്ട് ഞാൻ അവരിൽ നിന്ന് സ്വന്തമായിക്കൊണ്ടിരിക്കുക. നിനക്ക് ഇത്രയോ അറിഞ്ഞാൽ മതിയാ മോളെ. ഇനിയും വല്ലതും അറിയണോ? നീ അല്ലടി. ആര് വിചാരിച്ചാലും എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ലടി മോളെ. ഇതൊന്നും നീ പറഞ്ഞാരും വിശ്വസിക്കില്ല, ഹരി പോലും. കാരണം അവനിപ്പോ ഞാൻ കൺകണ്ട ദൈവ. നിർത്തണോ തന്നെ കൊലച്ചിരി. ഒന്നും ആരും വിശ്വസിക്കില്ല എന്നുള്ളത് തന്നെ തോന്നൽ മാത്രമാണോ? ഇപ്പൊ തന്നെ തനിക്ക് മാത്രമേ അറിയുമെന്ന് കരുതി ആ രഹസ്യം ഞാൻ അറിഞ്ഞില്ലേ? അതുപോലെ എല്ലാവരും അറിയിക്കും ഞാൻ. ഓഹോ, നിനക്ക് അത്രക്ക് ധൈര്യോ? അതേടോ, രണ്ടും കൽപ്പിച്ച് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന കാര്യം നടത്തിയിട്ട് ഈ പാർവതി ഇവിടുന്ന് പോവും. അപ്പോഴാണ് ഹരി അങ്ങോട്ടേക്ക് വരുന്ന വർമ്മ കണ്ടത്. എന്നാൽ തിരിഞ്ഞെന്ന പാർവതി കണ്ടില്ല. അയാളുടെ മുഖത്ത് ഗൂഢമായ ഒരു ചിരി വിരിഞ്ഞു. അപ്പോൾ തന്നെ അയാൾ അവിടെ കൈക്ക് പിടിച്ച് പിന്നിലേക്ക് തള്ളി. നീ എന്താടി കരുതിയ കള്ളി? നിന്റെ കള്ളത്തിലാരും കണ്ടുപിടിക്കില്ലെന്നോ? തറവാട്ടിൽ ആളില്ലാത്ത നേരം നോക്കി കക്കാനിറങ്ങിയേക്കുന്നു. എന്താ കാര്യം? ഹരി അതുകൊണ്ട് ചോദിച്ചു. മോനെ, എല്ലാവരും ക്ഷേത്രത്തിൽ പോയ തക്കം നോക്കി ഇവിടെ എല്ലാ മുറിയിലും കയറി വിലപിടിപ്പുള്ളതൊക്കെ മോഷ്ടിക്കുകയായിരുന്നു. ഞാൻ കണ്ടതുകൊണ്ടൊന്നും നഷ്ടപ്പെട്ടില്ല. കള്ളിയാ ഇവള്, പെരും കള്ളി. ഇല്ല ഹരിയേട്ടാ, ഇയാൾ പറയുന്ന കള്ള. ഞാൻ കള്ളിയല്ല. പെട്ടെന്നാണ് ഹരിയുടെ കൈ അവളുടെ കവിളിൽ പതിച്ച്. എന്താടി നീ വിളിച്ചേ? ഇയാളെന്നോ? നിന്റെ തന്തയുടെ പ്രായമുള്ള ആളെയാണോടി ഇയാളെന്ന് വിളിക്കുന്നത്? ഇയാൾ നിങ്ങളൊക്കെ പറ്റിക്കുക ഹരിയേട്ടാ. നിർത്തി. ഇനി നീ ഒരക്ഷരം മിണ്ടിയാ കൊന്നുകളെ ഞാൻ പറഞ്ഞേക്കാം. പോലീസിനെ വിളിക്കാൻ പോവാ. ഇവളിപ്പോ തന്നെ അകത്താക്കാം. വേണ്ട മോനെ, പോലീസ് കേസായ പിന്നെ അതിന്റെ പുറകെ കയറി ഇറങ്ങി നടക്കണം. ഇപ്പൊ നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അവളെ ഇറക്കി വിട്ടേക്ക്. ഇറങ്ങി പോടി പെരുങ്കളി. ഹരി അവളെ പിടിച്ച് പുറത്തേക്ക് തള്ളി. അപ്പോഴാണ് ക്ഷേത്രത്തിൽ പോയവർ തിരിച്ചു വന്ന് എന്താണെന്ന് തിരക്കി അവരോട് വർമ്മ ഹരിയോട് പറഞ്ഞു. പാറു എത്രയൊക്കെ പറയാൻ ശ്രമിച്ചിട്ടും അയാളോ ഹരിയോ അതിനുള്ള അവസരം കൊടുക്കാതെ അവളെ പിടിച്ച് പുറത്താക്കി. എന്നാലും ആ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. സ്നേഹലേത പറഞ്ഞു. അതെ എനിക്കും. മുത്തശ്ശി അത് ശരിവെച്ചു. പക്ഷെ അവൾ നമ്മളോടൊക്കെ അങ്ങനെയല്ലല്ലോ പെരുമാറിയത്. ഹിന്ദുവായിരുന്നു. ഇങ്ങനെയുള്ളവളുമാരൊക്കെ അങ്ങനെയാ മോളെ. ആദ്യം വീട്ടുകാരുടെ പ്രീതി പിടിച്ചു പറ്റും, പിന്നെ അവളുമാരുടെ തനി സ്വഭാവം പുറത്തു വരുന്നേ. വർമ്മ പറഞ്ഞു. അത് കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ അത് തന്നെ പറയുന്നത്? ഇനി അവളുടെ കാര്യം ഇവിടെ ആരും സംസാരിക്കണ്ട, ഹരി പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തറവാട് മുമ്പിൽ ഒരു പോലീസ് ജീപ്പ് വന്ന് നിന്നു. ജീപ്പിന്റെ ശബ്ദം കേട്ട് എല്ലാവരും പുറത്തിറങ്ങി. ഇതെന്താ മോനെ പോലീസ് ജീപ്പൊക്കെ? തമ്പുരാട്ടി ഹരിയോട് ചോദിച്ചു. അറിയില്ല മുത്തശ്ശി, ഹരി പറഞ്ഞു. ജീപ്പിൽ നിന്ന് 2 പോലീസുകാർ ഇറങ്ങി. ആരാ ഈ ചന്ദ്രശേഖർ വർമ്മ? ഒരു പോലീസുകാരൻ ചോദിച്ചു. ഞാനാ സാറേ. എന്താ കാര്യം? നിങ്ങൾക്കെതിരെ ഒരു പരാതി ഇട്ടുണ്ട്, ഒന്ന് സ്റ്റേഷൻ വരെ വരണം. പരാതിയോ? എന്ത് പരാതി? വർമ്മ ചോദിച്ചു. നിങ്ങളുടെ സഹോദരി, അതായത് ഈ കോവിലത്തിലെ ചന്ദ്രിക തമ്പുരാട്ടിയെയും അവരുടെ ഭർത്താവ് സുരേന്ദ്രനെയും തറവാട്ടുകുളത്തിൽ നിങ്ങൾ മുക്കിക്കുന്നു എന്നുള്ള പരാതി. കേട്ടവരൊക്കെ ഞെട്ടി. എന്തൊക്കെയാ സാറന്മാരെ നിങ്ങൾ ഈ പറയുന്നേ? ലക്ഷ്മി തമ്പുരാട്ടി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിച്ചു. സർ, ആരെങ്കിലും കള്ളപ്പരാതി ഒന്ന്? എൻ്റെ അച്ഛനും അമ്മയും മരിച്ച തറവാട്ടുകുളത്തിൽ വെച്ച് തന്നെയാണ്. പക്ഷെ അത് ഹൃദയസ്തംഭനമുള്ള മരണമായിരുന്നു, ഹരി പറഞ്ഞു. അങ്ങനെ ഒരു ഉറപ്പ് പറയാൻ തക്ക വിധം എന്ത് തെളിവാണുള്ളത് മിസ്റ്റർ ഹരി? തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പോസ്റ്റ്മോർട്ടം നടത്തിയോ? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല സർ. കാരണം അച്ഛനോടും അമ്മയോടും വൈരാഗ്യമുള്ളവരാരും ഇല്ലായിരുന്നു. അത് നിങ്ങളുടെ തോന്നലാണ് മിസ്റ്റർ ഹരി, വെറും തോന്നൽ മാത്രം. ഞാൻ അവരെ കൊന്നു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ സാറേ? വർമ്മ ചോദിച്ചു. ഉണ്ട്, തെളിവ് മാത്രമല്ല, നിങ്ങൾ അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തതിന് ഒരു സാക്ഷിയുണ്ട് മിസ്റ്റർ വർമ്മ. ഏത് സാക്ഷി? അയാളെ കൊണ്ട് ഇറക്ക്. ജീപ്പിന്റെ പുറകിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ട് എല്ലാവരും ഞെട്ടി. അവരുടെ പഴയ കാര്യസ്ഥൻ ശങ്കരനായിരുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം കുറച്ചു വർഷങ്ങളായി ശങ്കരൻ അവിടുന്ന് പോയിട്ട്. ശങ്കരനോ? തമ്പുരാട്ടി ചോദിച്ചു. പറയൂ ശങ്കര, നിങ്ങൾ കണ്ടോക്കെ? കോൺസ്റ്റബിൾ സാഗർ പറഞ്ഞു. അത് ഞാൻ... ശങ്കരൻ ആരെയും പേടിക്കണ്ട, ആരും ശങ്കരനൊന്നും ചെയ്യില്ല. അത് അന്നൊരു ദിവസം ചന്ദ്രിക തമ്പുരാട്ടിയുടെ ഭർത്താവ് കുളിക്കാനായി തറവാട്ടുകുളത്തിലേക്ക് പോയപ്പോൾ വർമ്മ തമ്പുരാൻ അദ്ദേഹം കാണാതെ പുറകെ പോയി. എന്നിട്ട് കുളിക്കാൻ ഇറങ്ങി അദ്ദേഹത്തെ തമ്പുരാൻ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഞാൻ കണ്ടു. തമ്പുരാൻ കുളക്കടവിലേക്ക് പോകുന്നുണ്ട്. പറമ്പിലെ പണിക്കാരുടെ കാര്യം പറയാനാണ് ഞാൻ തമ്പുരാൻ്റെ പിന്നാലെ പോയത്.
പക്ഷെ അങ്ങനെ ഒരു കാഴ്ച കണ്ട് എൻ്റെ മനസ്സ് മരവിച്ചു പോയി. പിന്നെ ഒരു തരം ഭയമായിരുന്നു. അതുപോലെ തമ്പുരാട്ടിയെയും. തമ്പുരാട്ടിയുടെ പിന്നാലെ കുളപ്പടവിലേക്ക് പോകുന്ന കണ്ടിട്ട് സംശയം തോന്നി ഞാൻ പിന്നാലെ പോയത്. അവിടെ കണ്ട കാഴ്ച അതുകൂടി കണ്ടവിടെ ഞാൻ ആകെ തളർന്നുപോയി. പിന്നെ അധികം നാൾ ഇവിടെ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല. ഒന്നും ആരോടും പറയാൻ കഴിയാതെ നീറി കഴിയായിരുന്നു ഇത്ര നാളും. ശങ്കര, എന്താ നീ പറഞ്ഞ്? എൻ്റെ ചന്ദ്രികയും ഭർത്താവിനെയും കൊന്നെന്നു? അത് എൻ്റെ മോൻ. ക്ഷമിക്കണം തമ്പുരാട്ടി, അന്ന് ആരോടും പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. അയാൾ അവർക്ക് മുമ്പിൽ കൈതൊഴുതു. അമ്മ എന്തിനാ ഇവൻ്റെ വാക്ക് കേൾക്കുന്നത്? ഞാൻ എൻ്റെ കൂടപ്പുറപ്പിനെ കൊല്ലുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? മോനെ ഹരി, നിനക്ക് തോന്നുന്നുണ്ടോടാ ഈ അമ്മാവൻ അങ്ങനെ ചെയ്യുന്നു? ഇല്ല അമ്മാവ, ഇത് ഇയാൾ ചുമ്മാ പറയുന്ന. എൻ്റെ അമ്മാവ് അങ്ങനെ ചെയ്യില്ല. മിസ്റ്റർ ഹരി, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മാവിന് വിശ്വാസമായിരിക്കും, പക്ഷെ ഇയാളാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും കൊന്നത്. അതിന് സാറന്മാരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഇവൻ പറഞ്ഞല്ലാതെ ഏത് കള്ളവും ആർക്കും പറയാം. വർമ്മ പറഞ്ഞു. തനിക്ക് തെളിവല്ലേ വേണ്ടത്? തെളിവ് തരാം. ഒന്ന് വെയിറ്റ് ചെയ്യും, ഒരാൾ വരാനുണ്ട്. അപ്പോഴേക്കൊരു പോലീസ് വാഹനം അവിടെ വന്ന് നിന്നു. അതിൽ നിന്ന് പോലീസ് യൂണിഫോമിൽ ഇറങ്ങിയ ആളെ കണ്ട് എല്ലാവരും ഞെട്ടി. എല്ലാവരും ഒരുപോലെ പറഞ്ഞു, പാറു? യെസ്, പാർവതി, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. സാഗർ പറഞ്ഞു. പാറു ക്യാപ്പ് നേരെയാക്കി അവർക്കടുത്തേക്ക് വന്നു. പാറു നീ? ഇന്ദു അത്ഭുതത്തോടെ വിളിച്ചു. അവൾ ഇന്ദുവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് ശേഷം വർമ്മക്കടുത്തേക്ക് വന്നു. എന്താണ് അമ്മാവ ഒരു ഞെട്ടല്? അവൾ പരിഹാസത്തോടെ അയാളെ നോക്കി. കഥയിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അമ്മാവൻ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഇപ്പൊ അമ്മാവന് ഒരുപാട് സംശയങ്ങൾ കാണും, ഒക്കെ ഞാൻ തീർത്തു തരാം. അയാളുടെ ശബ്ദമുയർന്നു. പാറുവിന്റെ കൈ അയാൾക്ക് നേരെ ഉയർന്നു. പോലീസുകാരെ കയറി ഡി എന്ന് വിളിക്കുന്ന ചെറ്റെ. നീ എന്താടാ കരുതിയേ? നീ ചെയ്ത ചെറ്റത്തിൽ ഒരിക്കലും ആരും അറിയില്ലെന്നോ? ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോ മുകളിൽ ഒരാളൊക്കെ കാണുന്നുണ്ട്, നീ മറന്നുപോയല്ലേ? മോളെ, എന്തൊക്കെയാ അവിടെ നടക്കുന്നേ? ലക്ഷ്മി തമ്പുരാട്ടിയോട് ചോദിച്ചു. നിങ്ങൾക്ക് അറിഞ്ഞ കാര്യങ്ങൾ സത്യമാണ് മുത്തശ്ശി. മുത്തശ്ശിയുടെ മകളെയും മരുവനെയും മുത്തശ്ശിയുടെയും മകൻ തന്നെ ഇല്ലാണ്ടാക്കിയത്. അതിന് നിന്റെ കയ്യിൽ എന്ത് തെളിവാവുള്ളത്? വർമ്മ ചോദിച്ചു. തെളിവ്? നിനക്ക് തെളിവ് കാണണല്ലേ? കാണിക്കാം. സാഗർ, അതിങ്ങെടുക്ക്. യെസ് മാഡം. സാഗർ ജീപ്പിൽ നിന്ന് ലാപ്ടോപ്പ് എടുത്ത് വണ്ടിക്ക് മുകളിൽ വെച്ച് ഓൺ ചെയ്തു. തനിക്ക് തെളിവല്ലേ വേണ്ട? തനിക്ക് പൊളിച്ച നാവിന്നതിന്റെ പുറത്തു വന്ന തെളിവായത്, താൻ കാണ്. അവൾ ലാപ്ടോപ്പ് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരും അതിലേക്ക് നോക്കി. അതിൽ തലേ ദിവസം വർമ്മയും പാറുവും സംസാരിച്ചപ്പോഴുള്ള വർമ്മയുടെ വീഡിയോ ആയിരുന്നു അത്. അയാൾ സത്യങ്ങളെല്ലാം പാറുവിനോട് തുറന്നു പറയുന്ന വീഡിയോ. എല്ലാവരും ഞെട്ടി നിന്നുപോയി. ഹരിക്ക് സകല നിയന്ത്രണവും നഷ്ടമായി. അവന്റെ കണ്ണുകൾ ചുവന്നു. അവൻ വർമ്മയ്ക്ക് നേരെ കുതിച്ചു. നീ എന്റെ അച്ഛനെയും അമ്മയും കൊന്നല്ലേ? എന്തിനായിരുന്നോടാ ചെറ്റേ? എല്ലാം തരില്ലായിരുന്നോടാ നിനക്ക്? എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും മാത്രം മതിയായിരുന്നല്ലോടാ. എന്തിനാടാ നീ ഇത്ര നാളും? നിന്നെയാണല്ലോ ഞാൻ ദൈവത്തെ പോലെ കണ്ടത്. നിന്നെ കൊല്ലും. ഹരിയുടെ ശബ്ദമിടറി. സാഗർ, പാറു വിളിച്ചു. ഉടനെ സാഗർ ഹരിയെ പിടിച്ചു മാറ്റി. എന്തിനായിരുന്നു ആ ദ്രോഹി? എന്റെ കുട്ടികളെ. മുത്തശ്ശിയുടെ കരം വർമ്മയുടെ കവിളിൽ പതിച്ചു. എന്നാലും എന്തിനായിരുന്നു ഏട്ടാ? സ്നേഹലത വിതുമ്പിപ്പോയി. നിങ്ങളെന്റെ അച്ഛനാണെന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേട് തോന്നുക. ഇന്ദു പുച്ഛത്തോടെ അയാളെ നോക്കി. മോളെ, ഇവനെ നീ കൊണ്ടുപോയിക്കോ, എനിക്ക് കാണേണ്ടവനെ, ലക്ഷ്മി തമ്പുരാട്ടി പറഞ്ഞു. എന്താ മിസ്റ്റർ ചന്ദ്രശേഖര വർമ്മ, ഞാൻ എങ്ങനെ നിങ്ങളുടെ വീഡിയോ എടുത്തെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? താനിത് കണ്ടോ? പുറമേ നോക്കിയാൽ ഇത് വെറും ഒരു പേനയാണ്, പക്ഷേ ഇതിൻ്റെ അറ്റത്ത് ഒരു കുഞ്ഞ് ക്യാമറയുണ്ട്. ഞാനിന്നലെ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഇത് ഇങ്ങനെ ഡ്രസ്സിലുണ്ടായിരുന്നു. ഇന്നലെ എന്നോട് താൻ തള്ളിയിറക്കിയപ്പോൾ ഞാൻ പ്രതികരിക്കാതിരുന്നത് എന്താണെന്ന് അറിയാം എനിക്ക്. ഇന്നിവിടെ ഇങ്ങനെ ഒരു സീൻ അവസരം തരാൻ താൻ മുങ്ങുമെന്ന് എനിക്കറിയാമായിരുന്നല്ലോ. അതാ ഇന്നലെ ഒരു അക്ഷരം പോലും മിണ്ടാതെ ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോയത്. അപ്പം എങ്ങനെയാ കാര്യങ്ങളൊക്കെ? പോലെ സാഗർ? യെസ് മാഡം. അയാളുടെ കയ്യിൽ വിലങ്ങണയിച്ച് സാഗർ അയാളെ പിടിച്ച് ജീപ്പിൽ കയറ്റി. ജീപ്പ് അവരെയും കൊണ്ട് പാഞ്ഞു. ശങ്കരൻ ചേട്ടൻ പൊക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. അപ്പം സ്റ്റേഷൻ വരെ വന്നാൽ മതി. പാറു ശങ്കരനെ നോക്കി പറഞ്ഞു. ശരി മാഡം. അയാൾ അവിടുന്ന് പോയി. അപ്പം ശരി, പോട്ടെ മുത്തശ്ശി. അല്ല മോളെ, ആരാ മോൾക്ക് പരാതിയെന്ന് മുത്തശ്ശി പാറുവിനോട് ചോദിച്ചു. മുത്തശ്ശിക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ്. ആരാന്ന് ഞാൻ പിന്നെ പറയാം, പോട്ടെ. പാറു കാറിൽ കയറാൻ പോയത് ഹരി അവൾ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. അത് സോറി, ഞാനൊന്നും അറിയാതെ ഇന്നലെ തന്നെ തല്ലി. റിയലി സോറി പാറു. മിസ്റ്റർ ഹരി, ഒരു പോലീസുകാരിയെ, അത് SIയെ പേര് വിളിക്കാൻ തനിക്കൊരു അധികാരം തന്ന്. കോൾ മീ ഓൺലി മാഡം. അവളിൽ ഗൗരവം നടന്നു. സോറി മാം, ഞാൻ പെട്ടെന്ന് ഡോണ്ട് റിപ്പീറ്റ് ദിസ്. അവൾ കാറിൽ കയറി കാറോടൊന്ന് പോയി. നീ എന്നെ കൊണ്ട് മാഡം എന്ന് വിളിപ്പിക്കുമല്ലേടി? നീ നോയിക്കോ, ഇതിന് പകരമായിട്ട് എൻ്റെ കൈ കൊണ്ട് നിന്റെ കഴുത്തിലൊരു താലി കെട്ടി എൻ്റെ 5-6 പിള്ളേരെ കൊണ്ട് നിന്നെ അമ്മയെന്ന് വിളിപ്പിക്കും ഞാൻ. അവൻ മീശുരുട്ടി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. നടന്നേനെ, കെട്ടാനങ്ങോട്ട് ചെല്ല്. അവള് നിന്നെ പിടിച്ച് ലോക്കപ്പിലിട്ട് നിന്റെ മുതുകിൽ പഞ്ചാരിമേളം നടത്തും, അല്ലേ പിന്നെ? ഇന്ദു പറഞ്ഞു. നീ നോയിക്കോ മോളെ ഇന്ദു, അവള് ഞാൻ എൻ്റെ പെണ്ണാക്കുന്ന കാണാം. ഇവള് പറഞ്ഞ പോലെ അവള് നിന്നെ മുട്ടുകാലി കയറ്റും. സ്നേഹലത പറഞ്ഞു. ഇവന്റെ കൊമ്പൊടിക്കാൻ പറ്റിയത് അവള് തന്നെയാ, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി നോയിക്കോ, ആരുടെ കൊമ്പ ഓടിക്കുന്നതെന്ന്. ഹരിയായിരുന്നു.
എന്തായാലും അവൾ നമ്മുടെ തറവാട്ടിൽ വന്ന അത് നമ്മുടെ ഭാഗ്യാവും മോനെ. എന്നാലും ആരായിരിക്കും പരാതി കൊടുത്ത്? മുത്തശ്ശി ആലോചനയോടെ പറഞ്ഞു. അതവൾ പറയാന്ന് പറഞ്ഞില്ല മുത്തശ്ശി, പിന്നെ എന്തിനാ നമ്മൾ ഒരു തലവെക്കുന്നത്? ഇന്ദു പറഞ്ഞു. വർമ്മയെ കോടതിയിൽ ഹാജരാക്കി. സാഹചര്യ തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ വർമ്മ കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അയാൾക്ക് തക്ക ശിക്ഷ കൊടുത്ത് അയാളെ ജയിലിലേക്ക് അയച്ചു. അയാൾക്ക് വേണ്ടി വീട്ടുകാരും സങ്കടപ്പെട്ടില്ല. കാരണം അയാൾ ചെയ്ത അത്രയ്ക്ക് എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോവിലത്തിന് മുമ്പിൽ ഒരു കാറ് വന്നിരുന്നു. അതിൽ നിന്നും പാറു ഇറങ്ങി. ആ മോളായിരുന്നോ? വാ മോളെ. സ്നേഹലേത അവളുടെ അടുത്തേക്ക് വന്നു. അവളെ കണ്ട് എല്ലാവരും ഇറങ്ങി വന്നു. മോളെ കയറി വാ, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി, എന്നോടൊപ്പം ഒരാൾ കൂടി വന്നിട്ടുണ്ട്. ആരാ മോളെ? അതെ, നീ ഇറങ്ങിപ്പോയി. പാറു കാറിലേക്ക് നോക്കി പറഞ്ഞു. കാറിൽ നിന്നൊരു വൃദ്ധ ഇറങ്ങി. അവരെ കണ്ടത് മുത്തശ്ശിയുടെ കണ്ണുകൾ വിടർന്നു. സീതാലക്ഷ്മി, എൻ്റെ സീതയെ, നിന്നെ എത്ര കാലമായി കണ്ടിട്ട്. ഇരുവരും കെട്ടിപ്പിടിച്ചു. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ആരാമ്മ ഇത്? സ്നേഹലത ചോദിച്ചു. ഇത് 5 വയസ്സ് മുതലുള്ള എൻ്റെ കളിക്കൂട്ടുകാരിയാ മോളെ. എൻ്റെ വിവാഹത്തിന് മുമ്പ് ഇവളുടെ വിവാഹം കഴിഞ്ഞ് ഇവള് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. പിന്നെ ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ല. നീ എപ്പോഴാ നാട്ടിലെത്തിയത്? നിന്റെ വിശേഷങ്ങളൊക്കെ പറ, മുത്തശ്ശി പറഞ്ഞു. വിശേഷങ്ങളൊക്കെ പറയാൻ ഒത്തിരിയുണ്ട്. അതിനുമുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. ഇതെൻ്റെ കൊച്ചുമോൾ, എൻ്റെ മകൻ്റെ മകൾ. പാറുവിനെ ചേർത്ത് പിടിച്ച് സീതാലക്ഷ്മി മുത്തശ്ശി പറഞ്ഞു. എന്താ ഇത് നിന്റെ കൊച്ചുമോളാണോ? മുത്തശ്ശിയുടെ കണ്ണുകൾ വിടർന്നു. അതേലോ, ഈ സീതാലക്ഷ്മി തമ്പുരാട്ടിയുടെ കൊച്ചുമോൾ തന്നെയാണ് ഞാൻ. പാറു മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. ഞാൻ ഇവിടുത്തെ പോയെങ്കിലും നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നിന്റെ മകളും മരുമകനൊക്കെ മരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. അന്ന് വരണമെന്ന് കരുതിയതാ, പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. മോളുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് മോൾക്ക് ഈ നാട്ടിൽ തന്നെ ജോലി കിട്ടി. അപ്പോൾ മോളോടൊപ്പം ഞാനും വന്ന് ഞങ്ങളുടെ തറവാട്ടിലേക്ക്. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഞാനും മോളും ഉണ്ടായിരുന്നു. അന്ന് നിങ്ങളവിടെ വെച്ച് കണ്ടപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞാൻ മോളോട് പറഞ്ഞു. നിന്റെ മകനും മരുമകളും മരിച്ചതും നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവളോട് പറഞ്ഞു. പോലീസ് ബുദ്ധിയല്ലേ. അപ്പം ഇവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി അവരുടെ മരണത്തിനെ കുറിച്ച്. അങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവൾക്ക് പറഞ്ഞു കൊടുത്തു. ഈ തറവാടിനെ കുറിച്ച് അവൾ അല്ലാത്ത രീതിയിലും പല രീതിയിലും അന്വേഷിച്ചു. അന്വേഷണത്തിൽ നിന്ന് അവൾക്ക് ചില സംശയങ്ങളുണ്ടായി. അത് തീർക്കാനായിട്ടാണ് അവൾ ഇവിടെ വന്ന് തറവാട്ടിൽ താമസിച്ച്. ഇവിടെ വന്ന ദിവസം മുതൽ തന്നെ വർമ്മ ഇവൾക്ക് സംശയം ഉണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ മുമ്പിൽ നല്ല പിള്ള ചമയുന്ന വർമ്മയുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരണമെന്ന് ഇവൾ തീരുമാനിച്ചു. അങ്ങനെ ഇവൾ സ്വമേധയാ തന്നെയാണ് ആ കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അതിനിടയിൽ ഇവിടുത്തെ കാര്യസ്ഥനായിരുന്ന ശങ്കരനെ പോയി കാണുകയും അയാളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അയാളിൽ നിന്ന് സത്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് അവൾക്ക് ഇത്ര പെട്ടെന്ന് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത്. എന്തായാലും മോളെ, നീ കാരണം ഞങ്ങളുടെ വലിയൊരു തെറ്റിദ്ധാരണ മാറിക്കിട്ടി, മുത്തശ്ശി പറഞ്ഞു. അല്ല, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കാ, കയറി വാ. മുത്തശ്ശി എല്ലാവരെയും കൂട്ടി അകത്തേക്ക് കയറി. അവർ കുറേ നേരം അവിടെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. എന്നിട്ട് 2 മുത്തശ്ശിമാരെയും അവരുടേതായിട്ടുള്ള പഴയ കാലത്തേക്ക് വിട്ട് മറ്റുള്ളവർ അവിടുന്ന് പോയി. പാറു ഇന്ത്യനോടൊപ്പം കുറേ സമയം ചെലവഴിച്ചു. അല്ല, നമുക്ക് പോണ്ടേ മുത്തശ്ശി? പാറു അങ്ങോട്ടേക്ക് വന്നു. ഇന്ന് പോണോ മോളെ? പോണ്ടേ? കുറേ നാളിന് ശേഷമല്ലേ എൻ്റെ ലക്ഷ്മിയെ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ പോണോ മുത്തശ്ശി? പാറു ചോദിച്ചു. ഇന്ന് ഇവിടെ നിന്ന് നാളെ പോയാൽ പോരെ മോളെ? ലക്ഷ്മി തമ്പുരാട്ടി ചോദിച്ചു. നിൽക്കണോ? മുത്തശ്ശി പാറു മുത്തശ്ശിയെ നോക്കി. അവരുടെ മനസ്സിൽ കൂട്ടുകാരിയോടൊപ്പം നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായ പാറു ഇന്ന് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. മുത്തശ്ശിക്ക് സന്തോഷമായി. ഭക്ഷണം കഴിച്ച് എല്ലാവരും ഉറങ്ങാനായി മുറികളിലേക്ക് പോയി. പാറുവും താൻ മുമ്പ് താമസിച്ച മുറിയിലേക്ക് പോയി. ഡോറ് ചാരി കിടക്കാനായി ബെഡിനടുത്തേക്ക് വന്നപ്പോഴാണ് അവിടെ ഹരി കിടക്കുന്ന കണ്ട്. ഇയാളെന്തിനാ ഇവിടെ കിടക്കുന്നത്? പാറു ചോദിച്ചു. എൻ്റെ വീട്, എനിക്കിഷ്ടമുള്ളത് ഞാൻ കിടക്കും. അത് ചോദിക്കാൻ മേടാരാ? ഇത് ഞാൻ കിടന്ന റൂമല്ലേ? അവൾ പറഞ്ഞു. മേഡം കിടന്ന റൂമിൽ വേറെ ആർക്കും കിടക്കാൻ പാടില്ലെന്നുണ്ടോ? അയ്യോ, ആർക്ക് വേണമെങ്കിലും കിടക്കാം, ഞാനൊന്നും പറഞ്ഞില്ലേ. അവളോടൊന്ന് പോവാനായി തിരിഞ്ഞതും അവനവിടെ കൈ പിടിച്ച് വലിച്ചു. അവളവൻ്റെ പുറത്തേക്ക് വീണു. അവനവിടെ വയറിലൂടെ കെട്ടിപ്പിടിച്ച്. എന്തീ കാണിക്കുന്നത്? എന്നെ വിട്ടേ. അവളവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി. അങ്ങനെ ഇപ്പൊ മാഡത്തിനെ ഞാൻ വിടുന്നില്ല. ഒരു പോലീസുകാരിയുടെ കളിക്കുന്ന ഓർത്തോണം കേട്ടോ. പോലീസുകാരിക്ക് എന്താ കൊമ്പുണ്ടോ? അവളുടെ കാതോരവൻ ചോദിച്ചു. നിന്റെ കൈ നല്ല മേടിക്കൂട്ടോ. അവൾക്ക് ദേഷ്യം വന്നു. അതേ, എന്റെ മാഡത്തിന് ദേഷ്യം വരുമ്പോ കാണാൻ നല്ല ചെയ്യലാട്ടോ. തന്റെ മേടോ? ആര് പറഞ്ഞു? അതാരും പറയണ്ട, ഇതേ എന്റെ മാത്രം മേടാ. വിടറോ? അവളവനെ തള്ളി. പക്ഷെ അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കാറ്റിൽ പാറി കളിക്കുന്ന അവളുടെ മുടിയിഴകളെ അവൻ ചെവിക്ക് പിറകിൽ ഒതുക്കി. എന്നെയും മുറിയിൽ തടഞ്ഞു വെച്ചേനെ ഞാൻ തന്നെ പിടിച്ച് അകത്തിടും, പറഞ്ഞേക്കാം. ആണോ? അങ്ങനെയാണെങ്കിൽ എന്തായാലും അകത്തിടാൻ പോവല്ലേ? അപ്പൊ പിന്നെ ഇത്തുകൂടി ചേർത്ത് അകത്തിട്ടോ കേട്ടോ. അതും പറഞ്ഞ് അവനവളെ ബെഡിൽ കിടത്തി അവളുടെ അധരങ്ങൾ കവർന്നു. തള്ളി മാറ്റാൻ ശ്രമിച്ച അവളുടെ ഇരുകരങ്ങൾ അവൻ തന്റെ കൈകളാൽ ലോക്ക് ചെയ്തു. അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം അവൻ അവളുടെ അധരങ്ങൾ വേർപ്പെടുത്തി. അവളുടെ നെറുകയിൽ ഉമ്മവച്ച് ബെഡിലേക്ക് മലന്നു കിടന്നു.
കുറച്ചു സമയമായിട്ട് അവളിൽ നിന്ന് പ്രതികരണമൊന്നുമില്ലായിട്ട് അവൻ തലയിരിച്ച് അവളെ നോക്കി. നിറമിഴിയാല മുകളിലേക്ക് നോക്കി കിടക്കുന്ന അവളെ കണ്ട് അവന് കുറ്റബോധം തോന്നി. അവൻ അവൾക്കടുത്തേക്ക് നീങ്ങിക്കിടന്ന് അവളുടെ കരം കവർന്നു. പാറു, അവൻ നേർമയായി വിളിച്ചു. സോറി, ഞാൻ പെട്ടെന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാടി. എപ്പോഴും ഞാൻ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി. വന്നൂടെ എൻ്റെ പെണ്ണായിട്ട്. അവനവളെ കെട്ടിപ്പിടിച്ചു. പെണ്ണെ സോറി, എന്നോട് എന്തെങ്കിലും പറ പെണ്ണേ, അല്ലെങ്കിൽ എന്നൊന്ന് തല്ലിയെങ്കിൽ ചെയ്യടി പ്ലീസ്. അവനവളുടെ കവളിൽ കൈ ചേർത്തു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കറങ്ങി അവൻ്റെ കണ്ണുകൾ കാണി അവൾക്ക് അവനോട് വല്ലാത്ത വാത്സല്യം തോന്നി. അവൾ അവനെ തന്നെ മാറോട് ചേർത്ത് പിടിച്ചു. അവനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളുടെ മാറിൽ മുഖം ചേർത്ത് അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു. അവൾ അവനെ നെറ്റിയിൽ അത്തരങ്ങൾ ചേർത്ത് അവനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ മിഴികൾ അവിടെ മാറിനെ നനച്ചു. അവൾ അവൻ്റെ മുഖം പിടിച്ചുയർത്തി. ഹരിയേട്ടാ, എന്താ ഇത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതല്ല മോളെ, നീളായിരുന്നെങ്കിൽ എൻ്റെ അച്ഛനെ അമ്മയും കൊന്ന ആ ദുഷ്ടനെ ഞാൻ തിരിച്ചറിയില്ലായിരുന്നല്ലോ. ഒന്നും അറിയാതെ ഞാൻ. അവൻ കരഞ്ഞുപോയി. ഹരിയേട്ടാ, എനിക്കറിയില്ലേ, പ്ലീസ്. എന്നാലും പാറു, എൻ്റെ അച്ഛനെയും അമ്മയും എനിക്ക് നഷ്ടപ്പെടുത്തില്ല അയാൾ. എനിക്ക് അവരുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റില്ലല്ലോടി. കരയാതെ ഹരിയേട്ടാ. ഹരിയേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഈ ഞാനില്ലേ, ഈ നെഞ്ചിലെ സ്നേഹം മുഴുവൻ എൻ്റെ ഹരിയേട്ടന് മാത്രം അവകാശപ്പെട്ടതല്ലേ. ഈ കണ്ണുകളിൽ ഇനി നിറയരുത്. അത് ഏട്ടൻ്റെ പാറുവിന് സഹിക്കാൻ പറ്റില്ല, പ്ലീസ്. അവൾ അവൻ്റെ കവളിൽ കൈ ചേർത്തു. ഇല്ല മോളെ, നിന്റെ ഹരിയേട്ടൻ എനിക്കറിയില്ല. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും കരുതലൊക്കെ തരാനും എന്നെ പ്രാണനായി സ്നേഹിക്കാനും എൻ്റെ പാറുമോളില്ലേ. പിന്നെ എന്തിനാണ് നിന്റെ ഹരിയേട്ടൻ കരയുന്നത്? കണ്ണുനീരിനിടയിൽ അവൻ പുഞ്ചിരിച്ചു. അവനോട് നെറുകിൽ ഉമ്മ വെച്ച് അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചു. 3 മാസങ്ങൾക്ക് ശേഷം കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഹരി പാറുവിന്റെ കഴുത്തിൽ താലിയാർത്തി അവളെ തന്റെ പാതിയാക്കി. ആദ്യ രാത്രിയിൽ പരസ്പരം പ്രണയം പകുത്തു നൽകി മനസ്സും ശരീരവും ഒന്നായി മാറുമ്പോൾ അവരെ ആശീർവദിക്കാൻ ആകാശത്തെ 2 താരങ്ങളായി അച്ഛനും അമ്മയും മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.